എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലിവറിയാണ് കൊണ്ടുവന്നത്. നമുക്ക് ലിവറി മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ, ബസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കേസ് ഇത് ഓറഞ്ച് എന്ന് പറഞ്ഞ വണ്ടിയുടെ ബസ് ഒരു ലിവറിയാണ്. ഇവിടെ തന്നെ കണ്ടില്ലേ, ഭയങ്കര ഇതാ. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ നമ്മൾ വണ്ടി ഓടിക്കാൻ പോണത് വേറെ ആരുമല്ല. നമ്മളാരും വണ്ടി ഓടിക്കാൻ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ തന്നെ വണ്ടി ഓടിക്കുന്നു, പ്രത്യേകം വന്നിട്ടില്ല. അപ്പോൾ പിന്നെ വിടാമല്ലോ വണ്ടി. പറഞ്ഞെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. ഞാൻ വേണ്ടത് ഓട്ടോമാറ്റിക്കാണ് ഓടിക്കാൻ പോണത്. നമ്മൾ ഇത്ര കാലം മാനുവലായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്ന. ഓട്ടോമാറ്റിക് രസമൊക്കെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ആൾക്കാരെ പിക്ക് ചെയ്യണത് അത് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി ആൾക്കാരുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ആൾക്കാരെ പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളപ്പോൾ നേരെ പോകാൻ പോണത് ഇവിടേക്കാന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഗൂഗിൾ മാപ്സ് നോക്കിയിട്ട് വണ്ടി ഓടിക്കണത്. അവിടെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ലൊക്കേഷൻ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട. അപ്പോൾ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡൊക്കെ എന്താണെന്നൊക്കെ നോക്കി നോക്കാം. ഇപ്പോൾ നോക്കണമെന്ന് പറ്റില്ല, കാരണം അവിടെ ഇപ്പോൾ ഭയങ്കര ആൾക്കാരെ കൂടാതെ വളവും തിരിവും. നമ്മളിനി പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു ബസ്സുകാരൻ നമ്മൾ വട്ടം വയ്ക്കുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ആളെ ഇതാക്കണം. ആള് പിന്നെ നല്ല സ്പീഡിൽ കൊണ്ടിട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, അയാളൊന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ രണ്ടാളെ ഇടിച്ചു, അത് ചെയ്യില്ല. അത്ര വലിയൊരു സ്ക്രാച്ചൊന്നും വന്നിട്ടില്ല. പിന്നെ പെട്രോളിലത്തെ ക്യാരക്ടേഴ്സ് ഇല്ലേ, അതിലത്തെ മാർഷലിന് ഇത്തിരി എന്താ പറയുക, ഷോ. അവന് മാത്രമാണ് ഇത്ര ഷോ. അതിലോട്ടെ നമുക്കപ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. വെറുതെ പോകാൻ പറ്റില്ലേ, നമുക്ക് ആൾക്കാരൊക്കെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അതുകൊണ്ട് വെറുതെ പോയിട്ട് നമുക്ക് പൈസ ഒന്നും കിട്ടൂല. ഇങ്ങനത്തെ പിക്കപ്പ് ഗെയിം കളിച്ചാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈസ കിട്ടൂല. അപ്പോൾ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഓടിക്കാം. മുമ്പിൽ എനിക്ക് പൊസിഷനൊക്കെ കാണുന്നുണ്ട്. മറ്റേ വണ്ടി പാർക്ക് ചെയ്ത ഏരിയ ഇല്ലേ, അത് കാണുന്നുണ്ട്. നമുക്കപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഓപ്പൺ സ്റ്റോപ്പ്, ഓപ്പൺ ഡോർ. ഓക്കെ, ഇതാണ് തോന്നുന്നു നമ്മുടെ ഗിയർ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി നോക്കിയെടുത്ത് പാർക്ക് ഇടാം. അയ്യോ, ഞാൻ ഇടയ്ക്ക് റിവേഴ്സ് ഗിയർ ഇടാൻ പറഞ്ഞിട്ടു. നമ്മുടെ ബാക്കിൽ തോറ്റ ബസ്സുകാരൻ ഇടിച്ചു. അത് ചെയ്യില്ലേ. ഇവിടെ ഞാൻ പുതിയ അപ്ഡേറ്റ് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, വാലക്കടയ്ക്കാം. വാലടയ്ക്കാൻ മറന്നുപോയി. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്രോൾ അടിച്ചിട്ട് പോവാം. വണ്ടിയിൽ ഇപ്പോൾ അധികം ഡീസലില്ല. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, പെട്രോൾ അടിക്കാൻ പോവാം. ഇങ്ങോട്ടത്തെ വഴി എൻ്റെ അമ്മച്ചി. ഞാൻ ആദ്യം വിചാരിച്ച് ഈ വണ്ടി ഡിവൈഡർ എടുക്കുന്നു. ഡിവൈഡറൊന്നും കണ്ടിക്കൂല, വലിയ ഡിവൈഡറാ. അതിലോട്ടെ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ വണ്ടി നിർത്താം. നമുക്കൊന്ന് ഡീസൽ അടിക്കാം. ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാം. നമുക്ക് കാശില്ല കേട്ടോ, 19 റുപ്പീസ് മാത്രമേ ഉള്ളൂ. തൽക്കാലം നമുക്ക് അതൊക്കെ മതി. നമുക്കൊരു കാര്യം ചെയ്ത് ഇവിടെ നിന്ന് വിടാം. കാശില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് പടച്ചിടാം. അധികം പടച്ചിടണ്ട. ഇവിടെ നമുക്ക് ബസ് സ്റ്റോപ്പൊക്കെ കാണാനുണ്ട്. ഇനി നമുക്ക് വണ്ടി അങ്ങ് നിർത്താം, ആൾക്കാർ കയറട്ടെ. ഓക്കെ ഗൈസ്, ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പടച്ചു വിടാം. ഒരു കുത്തിലുള്ള കയറ്റം വരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിള്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗിയർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, നമുക്ക് ഇതിൽ കൂടെ പോകാം. ഇതിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് നൈസ് സ്ഥലമാണ് കേട്ടോ, രക്ഷയില്ല. കാട് പിടിച്ചത് അങ്ങനെയാണെങ്കിൽ പറയാം. ഓക്കെ, മുമ്പിൽ എനിക്ക് സ്റ്റോപ്പ് കാണുന്നുണ്ട്. നമുക്കപ്പോൾ കൊണ്ടുപോയി നിർത്താം. നമുക്ക് അല്ലെങ്കിൽ ഇവിടെ നിർത്തേണ്ട ആവശ്യമുണ്ട്, കാരണം അവിടെ കണ്ടില്ലേ റെഡ് സിഗ്നലായി. ഓക്കെ, വണ്ടി എടുത്ത് ഡോർ തുറക്ക്, വെയിറ്റ് ചെയ്യ്. ഇനി വണ്ടി വിട്. അതെങ്ങനെ ഉണ്ട് എൻ്റെ പാട്ട്? എൻ്റെ മുമ്പിൽ ബസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ഒരു കാര്യം ചെയ്യാം, വേഗം പോവാം. എനിക്ക് വേറെ ഒരു വണ്ടിക്കാരൻ വന്നു കഴിഞ്ഞാൽ അബദ്ധം.
ഓ അവിടെ ഒരുത്തൻ വീണു. അയാൾ വീണോട്ടെ. ഇത് കേരളത്തിൽ എന്ന് സംഭവിക്കും. ഇനി നോക്കാം ഇത് കൂടെ പോകണ്ട. അപ്പോൾ നമുക്ക് റൈറ്റ് എടുത്ത് പോകണം. റൈറ്റ് അല്ലേ? ആ റൈറ്റ് തന്നെ. ഓക്കെ, നമ്മളിങ്ങനെ ഇതിൽ കൂടെ എടുത്തേക്കാണ്. നമുക്കങ്ങ് വിടാം. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാ പോയെ. ഓ, വണ്ടി വീണ്ടും ഇടിച്ച്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഇടാം. ഞാൻ പിന്നില്ലേ ഈ ഒരു ഗെയിമിലത്തെ ഗ്രാഫിക്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇതുകൊണ്ട് 8 മണിയായി. രാവിലെ പറയുന്ന അർത്ഥം. കാരണം അവിടെ എം കാണിക്കുന്നുണ്ട്. അതിനാട്ടെ. ഓക്കെ, നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. യാത്രക്കാരെ വേഗം കയറ്. എനിക്ക് പോയിട്ട് കുറേ പണിയുള്ളതാ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. പടച്ചു വിടാം. നമുക്ക് അത്രയ്ക്കൊന്നും പടച്ചു വിടാൻ പറ്റത്തില്ല. കാരണം ഫുള്ള് വളവും തിരിവാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇതെന്തത്? ആ വണ്ടിക്കാരൻ അങ്ങനെ വണ്ടി ഓടിച്ച് ചെയ്തോണ്ടാ? അമ്മമാരെല്ലാം കുടിച്ച് വിറ്റായിരുന്നോ? അതറിയില്ല കേട്ടാ. ഓക്കെ, ഇവിടെ സ്ട്രെയിറ്റ് റോഡ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് പറപ്പിച്ചിടാം. നമ്മൾ 80 കടന്നു. എനിക്കൊന്നും ഈ വണ്ടി 100 നടക്കുന്നാണ്ടാ. എനിക്ക് ഉറപ്പാ. ഇതിലോട്ടെ നമുക്ക് തൽക്കാലം വണ്ടി വിടാം. അത്രയ്ക്കൊന്നും വിടാൻ പറ്റില്ല. കാരണം എനിക്കൊരു വണ്ടി ബസ് പറയുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. കേരളത്തിലൊക്കെ നാട്ടിൽ കുറേ ഫുള്ള് ട്രാഫിക്കാണ്. അത് ഈ ഗെയിമിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡോർ തുറക്കാം. ഞാൻ പണ്ട് കുറേ ഗെയിം കളിച്ചിട്ടുണ്ട്. ബസ് സിമുലേറ്റർ ഗെയിമേ ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗെയിം ഞാൻ ഇതുവരെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പണ്ട്. ഈ ഗെയിമാണ് നിന്ന് പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനന്ന് ഓടിച്ചത് മൊബൈൽ ബസ് സിമുലേറ്റർ എന്ന് പറഞ്ഞ ഗെയിമാണ്. കാരണം അതിൽ ഭയങ്കര ഗ്രാഫിക്സാണ്. കുറേ ബസ്സുകളുണ്ട്. ബസ്സുകളെന്ന് വെച്ചാൽ ലിവറി. പക്ഷെ ആ ഗെയിം ഇപ്പോഴും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഗെയിം ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്ക്. കാരണം എനിക്ക് ആ ഗെയിം പണ്ട് എവിടെയോ ഇഷ്ടമായിരുന്നു. പണ്ട് ഞാനിത് കുറേ വട്ടം കളിച്ചിട്ടുണ്ട്. പിന്നെ സീക്രട്ട് വേലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അതിൻ്റെ വീഡിയോസ് ഇടാൻ നോക്കാം. കാരണം ആ ഗെയിം എനിക്ക് വീണ്ടും കളിക്കണം. ഈ വർഷത്തിൽ എന്തൊക്കെ മാറ്റം വന്നെന്ന് എനിക്കറിയണം. അതും ഒരു പിക്കപ്പ് ഗെയിമാണ് കേട്ടോ. ഇതേപോലെ തന്നെ മുമ്പിൽ എനിക്കൊരു ജംഗ്ഷനൊക്കെ കാണാനുണ്ട്. അത് മറ്റേ ജംഗ്ഷന് നിങ്ങൾ ഗ്യാരേജിൽ നിന്ന് സ്പോണാണത്. എടാ നമ്മൾ 90 അയ്യോ വണ്ടി എടുത്ത്. ഓ, ജസ്റ്റ് മിസ്. നമുക്ക് ഡോർ തുറക്കാം. നമുക്കിതുപോലത്തെ പിക്കപ്പ് ഗെയിം കളിച്ചാലേ പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ പിക്കപ്പ് ഗെയിം കളിക്കണ്. കാരണം പിക്കപ്പ് ചെയ്ത് നമുക്ക് കാശ് കിട്ടും. റിയൽ ലൈഫിൽ കിട്ടും കേട്ടോ. കിട്ടും. റിയൽ ലൈഫിലിട്ട് ഗെയിമിലും കിട്ടും. പക്ഷെ കണ്ടക്ടറായിട്ടും കാശ് എടുക്കുന്നത് അതെന്തിലാവട്ടെ. പക്ഷെ കാശ് കിട്ടുന്നത് നമുക്കല്ലേ. അത് വെച്ച് KSRTC ഓടിക്കാൻ നോക്കണ്ട. നമുക്ക് ചിലപ്പോൾ KSRTC ഓടിക്കാൻ പറ്റും. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. പിന്നല്ല ഞാൻ ആക്ച്വലി അങ്ങോട്ടായിരുന്നു പറയേണ്ടിരുന്നത്. ആക്സിലേറ്റർ നക്കി പിടിച്ചല്ല സ്പീഡ് കൂടുന്നത്. ആ ആക്സിലേറ്റർ പിടിക്കുക, എന്നിട്ട് പൊക്കി പിടിക്കുക. അങ്ങനെ അടിക്കും വണ്ടി സ്പീഡിൽ പോകുന്നത്. അവൻ ജമ്പ് ഗിയറിലിട്ടാണ് ഓടിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ് ആക്ച്വലി, മാനുവലല്ല. ഓക്കെ യെസ്, നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തേക്കാണ്. ഇത് ഒറ്റയ്ക്കായി ഇപ്പോൾ സുഖം ഉണ്ടായിരുന്നിട്ടാ. അതിൻ്റെ അമ്മച്ചി ഒറ്റയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്കിനി ഒരു കാര്യം ചെയ്യും. ഇവിടെ നിന്ന് പിടച്ചിടാം. പിടച്ചിടാനൊന്നും ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ സ്ഥലത്തി. പിന്നെ നമുക്ക് നാളെയാണ് ടൂറ് ഗെയിമിൽ. പിന്നെ നിങ്ങൾക്കില്ലേ മറ്റേ സീ ഷോർ അറിയോ? ഒന്നെങ്കിൽ മൊബൈൽ ബസ് സിമുലേറ്റർ കളിക്കാം. കാരണം എൻ്റെ പണ്ടത്തെ ഒരു ഫേവറേറ്റ് ഗെയിമായിരുന്നു അത്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയേക്കാണ്. ഇനി നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എത്ര പൈസ കിട്ടുക? ഓക്കെ, നമുക്ക് 1000 രൂപ കിട്ടി. ഒരു ബ്രേക്ക് ഉണ്ടാവും, ആഡ് ബ്രേക്ക്. അത് മൈൻഡ് ആക്കണ്ട. നമുക്ക് വീഡിയോ വെച്ച് മൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടൂല. അപ്പോൾ പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.